ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഓടുന്ന വണ്ടിയിൽ സമാധാനമായി ഇരിക്കുക എന്നുള്ളതാണ്. ഈ വണ്ടി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഓടുന്ന വണ്ടിയിൽ സമാധാനമായി ഇരുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്നുള്ളത്. ചാടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇനി അഥവാ ചാടി എണീക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യം തെറ്റും, നമ്മൾ താഴെ വീഴും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമാധാനമായി ഇരിക്കാനുള്ള, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള, നാളെ ഈ നിയമസഭാ കക്ഷി യോഗം ചേരാനുള്ള കോൺഗ്രസിൻ്റെതായ രീതിയിലൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാവകാശം കോൺഗ്രസിന് അനുവദിച്ചു കൊടുക്കുക എന്നാണ്. അതിൽ ചെയ്യാൻ കഴിയുന്നത് അത് വളരെ മാന്യമായ ഭാഷയിൽ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ സ്വാഭാവികമാണ്, കേരളമാണ്, ചർച്ച ചെയ്യപ്പെടും. അതിപ്പോൾ നമ്മൾ CPM-ൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നുള്ളത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമല്ല, അത് കേരളത്തിൻ്റെ പൊതുവിചാരവും പൊതുരാഷ്ട്രീയ ചിന്തയുമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അതിലേക്ക് ചർച്ചകൾ പോകും എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, 3 നേതാക്കളുണ്ട്. 3 നേതാക്കൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. ഈ 3 നേതാക്കളും അവരുടെ മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രചാരണങ്ങളും അതിനുവേണ്ടി അവർ നടത്തുന്ന തയ്യാറെടുപ്പുകളും ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവോൾവ് ചെയ്തു വന്ന ഒരു പ്രത്യേക സാഹചര്യമല്ല, ഒരു പുതിയ സാഹചര്യമല്ല എന്നത് ഒന്നുകൂടി അതറിയാവുന്നതാണ്, അറിയില്ല എന്ന് നടിക്കുന്നതാണ്. അതൊന്നുകൂടി നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവെക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ഇങ്ങനെയാണെന്നും കോൺഗ്രസിൽ 3 നേതാക്കൾ മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അതിലൊന്ന് വി ഡി സതീശനും, ഒന്ന് രമേശ് ചെന്നിത്തലയും, ഒന്ന് KC വേണുഗോപാലുമാണ് എന്നറിയാത്ത ആരെങ്കിലും കേരളത്തിൽ പത്രം വായിക്കുന്നവരിലുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുണ്ടെന്നറിഞ്ഞുകൊണ്ടും അവർക്ക് ഈ മത്സരബുദ്ധി ഉണ്ടെന്നറിഞ്ഞുകൊണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ജയിച്ചാൽ ഈ മത്സരം കടുത്തതാകുമെന്നുള്ളതും സാധ്യമായ 18 അടവും മുഖ്യമന്ത്രിയാകാൻ ഈ 3 പേരും പയറ്റും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതല്ലാതെ അല്ലല്ലോ.